നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് മലബാർ കോൺഗ്രസ് സമ്മേളനമാണ്. മലബാർ ഹോം റൂൾ ലീഗാണ് ഫസ്റ്റ്. മലബാർ കോൺഗ്രസ് സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് പറയാൻ പോകുന്ന ഹോം റൂൾ ലീഗിനെ പറ്റിയാണ്. അറിയാലോ, ഹോം റൂൾ ലീഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആരുടെയൊക്കെ ആയിരുന്നു? ബാലഗംഗാധര തിലകിൻ്റെ, ആനി ബെസന്റിൻ്റെ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് തുടങ്ങിയതാണ് ഹോം റൂൾ ലീഗ് എന്ന് പറയുന്നത്. അതിൽ കൂടുതലും ഈ മദ്രാസ് ഏരിയ അതുപോലെ ഓൾ ഇന്ത്യ ആയിട്ട് കേന്ദ്രീകരിച്ച് നടത്തിയെന്ന് പറയുന്നത് ആരാണ്? ബെസന്റ്, ആനി ബെസന്റ് ആണ്. അപ്പോൾ ആനി ബെസന്റിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ഈ ഹോം റൂൾ എന്ന് പറയുന്നത് ഈ മലബാർ കോൺഗ്രസ് സമ്മേളനത്തിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. 1903 1903 ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? മലബാറിൽ വെച്ചിട്ട് INC സമ്മേളനം നടക്കുന്നത്. മലബാറിൽ കോഴിക്കോട് വെച്ചിട്ട് എന്ത് നടക്കുന്നത്? INC സമ്മേളനം. INC ആണ് ഞാൻ പറയുന്നത്. INC സമ്മേളനം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ C വിജയരാഘവൻ ആചാര്യായിരുന്നു. ആരാണ്? C വിജയരാഘവൻ ആചാര്യ. ഇദ്ദേഹം തന്നെയാണ് 1920 നാഗ്പൂർ സെഷൻ്റെ INCയിൽ എന്തായിട്ടിരുന്നത്? അധ്യക്ഷനായിട്ടിരുന്നതും C വിജയരാഘവൻ ആചാര്യ തന്നെയായിരുന്നു. അദ്ദേഹത്തെ നമ്മൾ ദക്ഷിണേന്ത്യയിലെ സിംഹമെന്നും ഹീറോ ഓഫ് സേലം എന്നൊക്കെയാണ് അദ്ദേഹത്തിനെ പറയുന്നത്. അപ്പോൾ ഇദ്ദേഹമായിരുന്നു അധ്യക്ഷൻ. അത് കഴിഞ്ഞ് 1908 ആയപ്പോഴത്തേക്കും പിന്നെ തുടങ്ങി? മലബാർ കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കാനായിട്ട് തുടങ്ങി. എന്താണ്? മലബാർ കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറയുന്നത് രൂപീകരിച്ചത് 1908 1903 അതിന് മുന്നേ ഫസ്റ്റ് INC എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നടന്നു. 1908 ഈ മലബാർ കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത് സംഘടിപ്പിക്കാനായിട്ട് തുടങ്ങി. സമ്മേളനമല്ല, കമ്മിറ്റി രൂപീകരിക്കാനായിട്ട് തുടങ്ങി. സമ്മേളനം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത്. 1916 ആയപ്പോഴത്തേക്കും എന്താണ്? ഹോം റൂൾ ലീഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഹോം റൂൾ ലീഗിൻ്റെ ഒരു ബ്രാഞ്ച് എവിടെയും വന്നു, മലബാറിലും വന്നു. അത് കഴിഞ്ഞിട്ട് 1916 ആനി ബെസന്റ് നമ്മുടെ ഇവിടെ എത്തി. അപ്പം ആനി ബെസന്റിന്റെ നേതൃത്വത്തിലാണ് മലബാർ കോൺഗ്രസ് സമ്മേളനം ആദ്യമായിട്ട് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് മലബാർ കോൺഗ്രസ് സമ്മേളനം ആരുടെ അധ്യക്ഷതയിലാണ്? ആനി ബെസന്റിന്റെ അധ്യക്ഷതയിലാണ്. 1916 എവിടെ വെച്ചായിരുന്നു? പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് PSCക്ക്. പാലക്കാട് വെച്ചിട്ടാണ്. ആരുടെ അധ്യക്ഷതയിലായിരുന്നു ചോദിക്കാറുണ്ട്, വർഷവും ചോദിക്കാറുണ്ട്. അപ്പം 1916 പാലക്കാട് ആനി ബെസന്റിന്റെ നേതൃത്വത്തിലാണ്. എവിടെ വെച്ചിട്ടായിരുന്നു? പാലക്കാട് എവിടെ വെച്ചിട്ടായിരുന്നു എന്ന് വെച്ചാൽ നേറ്റീവ് ഹൈസ്കൂളിൽ വെച്ചിട്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് 17, 18, 19, 20 തുടർച്ചയായിട്ട് 5 തവണ ഇങ്ങനെ ഓരോ വർഷം തോറും എന്തുണ്ടായിരുന്നു? മലബാർ കോൺഗ്രസ് സമ്മേളനം ഉണ്ടായിരുന്നു. അത് 17 ഏതായിരുന്നു എന്ന് വെച്ചാൽ കോഴിക്കോട്, അതുപോലെ 18 തലശ്ശേരി, 19 വടകര, 20 മഞ്ചേരി. അപ്പം 17 കോഴിക്കോട് എന്ന് പറയുമ്പോഴത്തേക്കും അത് CP രാമസ്വാമി അയ്യരുടെ നേതൃത്വത്തിലായിരുന്നു. അപ്പോൾ അതിന് അധ്യക്ഷൻ CP രാമസ്വാമി അയ്യർ ആണെങ്കിലും സ്വീകരണ അധ്യക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് വേറെ ആളായിരുന്നു. അതായത് സ്വീകരണ അധ്യക്ഷനായിട്ട് നമ്മളവിടെ പ്രസംഗിക്കാനായിട്ടൊക്കെ നിൽക്കുമല്ലോ, അപ്പോൾ അതിനും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അതായത് KP രാമൻ മേനോൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയായിരുന്നു ആ രണ്ടാമത്തേതിൽ സ്വീകരണ അധ്യക്ഷൻ. ആണെങ്കിൽ ആനി ബെസന്റ് ഉണ്ടാകുന്ന സമയത്ത് സ്വീകരണ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരായിരുന്നു? കൊല്ലങ്കോട് വാസുദേവ രാജയായിരുന്നു. അത് കഴിഞ്ഞിട്ട് 1918 തലശ്ശേരിയിൽ വെച്ചിട്ട് അടുത്ത സമ്മേളനം നടക്കുന്നു. അത് അസിം അലി ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അത് നടക്കുന്നത്, അസിം അലി ഖാൻ. അത് കഴിഞ്ഞിട്ട് 1919 ഈ തലശ്ശേരിയിൽ വെച്ച് അസിം അലി ഖാൻ്റെ നേതൃത്വത്തിൽ 1918 ഈ ഒരു മലബാർ കോൺഗ്രസ് സമ്മേളനം നടക്കുന്ന സമയത്ത് അതിനുവേണ്ടി ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടുന്നത്. തലശ്ശേരി എന്ന് പറയുമ്പോൾ കണ്ണൂരാണല്ലോ. അപ്പോൾ കണ്ണൂരുള്ള ചിറക്കൽ രാജവംശം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കണ്ണൂരിൻ്റെ ഉള്ള ആ ഒരു ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള രാജവംശമാണല്ലോ. അപ്പോൾ ചിറക്കൽ രാജാവാണ് അവിടെ തലശ്ശേരിയിൽ ഈ ഒരു സമ്മേളനം നടന്നപ്പോഴത്തേക്ക് അതിൽ ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടാനായിട്ട് മുൻകൈ എടുത്തത് ചിറക്കൽ രാജാവായിരുന്നു എന്ന് പറയാം. അത് കഴിഞ്ഞ് 1919 ആയപ്പോൾ വടകരയിൽ പിന്നെന്താണ്? KP രാമൻ മേനോനാണ്. KP രാമൻ മേനോനാണ് അതിൻ്റെ സ്വീകരണ അധ്യക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കടത്തനാട് ഇളയ തമ്പുരാനാണ്. കടത്തനാട് ഇളയ തമ്പുരാനാണ് അതിൻ്റെ സ്വീകരണ അധ്യക്ഷനായിട്ട് നിന്നത്. 1920 ആയപ്പോഴത്തേക്കും മഞ്ചേരി ലാസ്റ്റ് സെഷനാണ് പറയുന്നത്. 1920 അവസാനിച്ചു. മഞ്ചേരിയിൽ വെച്ചിട്ടായിരുന്നു. മഞ്ചേരിയിൽ അതിൻ്റെ അധ്യക്ഷൻ ആരാന്ന് വെച്ചാൽ കസ്തൂരി രംഗ അയ്യങ്കാറായിരുന്നു. അപ്പോൾ അതിന് സ്വാഗത അധ്യക്ഷൻ പറഞ്ഞത് നിലമ്പൂർ ഇളയരാജയാണ് അതിന് സ്വാഗത അധ്യക്ഷൻ പറഞ്ഞത്. അപ്പോൾ ഈ കസ്തൂരി രംഗ അയ്യങ്കാർ മഞ്ചേരിയിൽ അധ്യക്ഷനായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതായിരുന്നു അവസാനത്തെ അധ്യക്ഷൻ. ഈ മഞ്ചേരിയെ ചില എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. കേരളത്തിൻ്റെ സൂററ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ഏതാണെന്ന് മഞ്ചേരിയാണ് പറയുന്നത്. അതിന് കാരണമുണ്ട്. നമുക്കറിയാം സൂററ്റ് സ്പ്ലിറ്റ് ഉണ്ടായത് 1907 സൂററ്റ് സ്പ്ലിറ്റ് ഉണ്ടായി. മിതവാദികളും തീവ്രവാദികളും ഒക്കെ രണ്ടായിട്ട് വിഭജിച്ച് പോയത്. അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായി, പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയൊക്കെ. അതേപോലെ തന്നെ ഇവിടെ പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയല്ല, പകരം ഇവിടെ 3 ഐഡിയോളജീസ്, 3 കാര്യങ്ങൾ ഈ കസ്തൂരിരംഗ അയ്യങ്കാറിൻ്റെ അധ്യക്ഷതയിലുള്ള മഞ്ചേരി ലാസ്റ്റ് സെഷനിൽ കൊണ്ടുവന്നു. ഒന്നെന്ന് പറഞ്ഞാൽ ജന്മികുടിയാൻ വ്യവസ്ഥകളെക്കുറിച്ച്, ഭൂപരിഷ്കരണത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവന്നു. ഖിലാഫത്തിനെ കുറിച്ച് ഒരു സമ്മേളനത്തിൽ ചർച്ച ചെയ്തൊരു കാര്യമായിരുന്നു. 3 വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. ഒന്ന് ഖിലാഫത്ത്, ഒന്ന് ജന്മികുടിയാൻ പ്രശ്നം, മറ്റത് ഭരണപരിഷ്കാരം. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭൂപരിഷ്കരണം അല്ലെങ്കിൽ ജന്മികുടിയാൻ വ്യവസ്ഥ ഭയങ്കരമായിട്ടുള്ള ഒരു കോളിലൊക്കെ ഉണ്ടാക്കി രണ്ടുപേർക്കിടയിൽ സ്പ്ലിറ്റിംഗ് ഉണ്ടായി. അതായത് ആനി ബെസന്റും ടീമുകളും ഒക്കെ അവിടെ നിന്ന് എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, വാഗ്വാദവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. അവരവിടെ നിന്ന് വിട്ടിറങ്ങുക ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് മഞ്ചേരി സ്പ്ലിറ്റ് എന്ന് തന്നെ പറയാറുണ്ട്. അപ്പം മഞ്ചേരിയെ നമുക്ക് ഒരു കേരളത്തിൻ്റെ സൂററ്റ് എന്ന ഒരു അപരനാമത്തിൽ കൂടി പറയുന്നുണ്ട്. 1920 ഈ മഞ്ചേരി സമ്മേളനത്തിന് നടന്ന ഒരു പ്രശ്നം കാരണമാണ് അങ്ങനെ അറിയുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഈ മലബാർ, ഞാൻ പറഞ്ഞു ഹോം റൂൾ ലീഗ് നമ്മുടെ മലബാറിലോട്ട് വന്നു. അതിനുശേഷമാണ്
സമയത്താണ് മലബാർ കോൺഗ്രസ് കമ്മിറ്റിയും കാര്യങ്ങളും ഒക്കെ തുടങ്ങാൻ തുടങ്ങിയത്. കുറച്ച് INC എന്ന് പറയുന്നത് നമ്മുടെ മലബാർ ഏരിയയിൽ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയി തുടങ്ങി. INC 1903 സമ്മേളനം കൂടിയെങ്കിലും ഭയങ്കരമായിട്ട് ശക്തി പ്രാപിച്ചു തുടങ്ങി. INCയുടെ സമ്മേളനവും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ നടക്കാൻ തുടങ്ങിയത് ഈ 1916 ഈ ഹോം റൂൾ ലീഗും കൂടെ വന്നതിന് ശേഷമാണ്. രണ്ടുപേരും ഒറ്റക്കെട്ടായിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചത്. അപ്പം അതിന് മുന്നേ ഈ 1916 ഹോം റൂൾ ലീഗ് വരുന്ന സമയത്ത് നമ്മളൊരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇവിടെ മലബാർ ഹോം റൂൾ ലീഗ് എന്ന് പറഞ്ഞിട്ടുള്ള പേരിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിന് പ്രസിഡന്റും അതിന് അധ്യക്ഷനും ഉണ്ടായിരുന്നു. അപ്പോൾ പ്രസിഡന്റ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ചേരി രാമയ്യരായിരുന്നു അതിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അതിൻ്റെ സെക്രട്ടറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, KP കേശവമേനോൻ. നമ്മളെപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ, കേരളത്തിലെ വന്ധ്യവയോധികൻ എന്നൊക്കെയാണ് KP കേശവമേനോനെ പറയുന്നത്. അപ്പോൾ ഈ KP കേശവമേനോൻ നമ്മുടെ വേറൊരു പ്രത്യേകത ഉണ്ട്. എന്താണ്? മാതൃഭൂമി പത്രം 1923 തുടങ്ങിയതാരാണ്? KP കേശവമേനോനാണ് തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഇതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. പൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ്. അപ്പം കഴിഞ്ഞ കാലം പൊഴിഞ്ഞ ഇലകളും തിരിഞ്ഞു പോകരുത്, കഴിഞ്ഞ കാലം KP കേശവമേനോൻ്റെ ആത്മകഥയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ വേറെ കൃതികളും ഉണ്ട്, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അതായത് യാത്രാ വിവരണമാണ്, ബിലാത്തി വിശേഷം എന്ന് പറഞ്ഞുള്ള യാത്രാ വിവരണം. അതുപോലെ യേശുദേവൻ എന്ന് പറയുന്നത്, പിന്നെ നാം മുന്നോട്ട്, നവഭാരത ശില്പികൾ, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ രചനകളാണ്. മാതൃഭൂമി പത്രസ്ഥാപകൻ 1923. അപ്പോൾ ഇതെല്ലാം അപ്പം ഇത്രയും പ്രത്യേകതയുള്ള ഈ KP കേശവമേനോനായിരുന്നു മലബാർ ഹോം റൂൾ ലീഗിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഉയർന്ന പൊസിഷനാണ് സെക്രട്ടറി എന്ന് പറയുന്നത്. പ്രസിഡന്റ് മഞ്ചേരി രാമയ്യരായിരുന്നു. അപ്പോൾ ഈ മഞ്ചേരി രാമയ്യരുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പിന്നീട് നമ്മൾ ബ്രിട്ടീഷ് ജനങ്ങളുടെ ഇടയിലേക്ക് വിടുന്നൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് സ്വയംഭരണം വേണം, ആ സ്വയംഭരണത്തിനെ കുറിച്ച് ആൾക്കാരുടെ ഇടയിൽ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ ഒരു മലബാർ കോൺഗ്രസ് സമ്മേളനം അല്ലെങ്കിൽ INC കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് വിടുന്നതൊക്കെ മഞ്ചേരി രാമയ്യരൊക്കെയാണ്. അപ്പോൾ KP കേശവമേനോൻ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം എന്തായിരുന്നു? മലബാർ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഫസ്റ്റ് സെക്രട്ടറി കൂടിയായിരുന്നു. അപ്പം നമ്മുടെ ഈ മലബാറിലെ ഹോം റൂൾ വരുന്നു, ഹോം റൂൾ ലീഗിൻ്റെ സെക്രട്ടറിയും അതുപോലെ തന്നെ നമ്മുടെ മലബാർ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറിമാർ തന്നെയാണ്. ഈ രണ്ട് കാര്യവും കൈകാര്യം ചെയ്തത് KP കേശവമേനോൻ തന്നെയായിരുന്നു. ഇനി ഇന്ത്യക്ക് ഒരു സ്വയംഭരണം വേണമെന്ന പ്രമേയം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന KP കേശവമേനോനാണ്. ഇതിൽ മലബാർ കോൺഗ്രസ് കമ്മിറ്റിയിൽ ആദ്യത്തെ കോൺഗ്രസ് കമ്മിറ്റിയുള്ള 1914 പാലക്കാട് നടന്നതിൽ തന്നെയാണ് ഇന്ത്യക്ക് ഒരു സ്വയംഭരണം വേണം. ആനി ബസന്റ് അധ്യക്ഷതയായിട്ടുള്ളത് അതിൽ തന്നെയാണ് KP കേശവമേനോൻ ഇന്ത്യക്ക് ഒരു സ്വയംഭരണം വേണം എന്നൊരു പ്രമേയം അവതരിപ്പിക്കുന്നത്. അപ്പോൾ അത് ആരാണ് അവതരിപ്പിച്ചതെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം. KP കേശവമേനോനാണ്. ഓക്കെ, അടുത്തത് എന്താണ്? ഈ 1924 നമ്മൾ കഴിഞ്ഞ KPCC ഡിസ്കസ് ചെയ്തപ്പം മുഹമ്മദ് അബ്ദുൾ റഹ്മാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിൽ തന്നെ 1900 ഈ പത്രം പറഞ്ഞതുകൊണ്ടാണ് പറയുന്നത്. മാതൃഭൂമി പത്രം സ്റ്റാർട്ട് ചെയ്തത് 1923 അപ്പോൾ 1924 വേറൊരു പത്രം വന്നിട്ടുണ്ടായിരുന്നു, അല്ലമീൻ. അല്ലമീൻ ആരുടെയാണ്? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ്റെയാണ്. അതുകൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണവർമ്മ രാജ, മങ്കട കൃഷ്ണവർമ്മ രാജ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിനെ കേരളത്തിൻ്റെ ഗോഖലെ എന്നൊക്കെ പറയാറുണ്ട്. കേരളത്തിൻ്റെ ഗോഖലെ എന്ന് വിളിക്കുന്നത് ആരെയാണെന്ന് ചോദിക്കാം. അത് ആരാണ്? മങ്കട കൃഷ്ണവർമ്മ രാജയാണ്. അപ്പോൾ അടുത്തത് ഈ മലബാർ കോൺഗ്രസ് സമ്മേളനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തികൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ എല്ലാവരും ഉണ്ട്, എന്നാലും മെയിനായിട്ടുള്ള ആൾക്കാർ ഒന്ന് KP കേശവമേനോൻ എന്തായാലും ഉണ്ട്. അതുപോലെ KP രാമൻ മേനോൻ എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. പിന്നെ KP കഴിഞ്ഞാൽ പിന്നെ MP ആക്കുക, MP നാരായണ മേനോൻ. അതുപോലെ K മാധവൻ നായർ, നമ്മൾ KPCCക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥാനം വെച്ച് നമ്മൾ KPCC ഓൾറെഡി ഡിസ്കസ് ചെയ്ത K മാധവൻ നായർ അല്ലേ, K മാധവൻ നായർ. പിന്നെ മൊയ്തു മൗലവി എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ആരാണ് പിന്നെ ഉള്ളത്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും മലബാർ കോൺഗ്രസ് സമ്മേളനത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നേതൃത്വം കൊടുത്തിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇത്രയും പേരുകൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. നെക്സ്റ്റ് നമ്മുടെ INC പ്രവർത്തനമൊക്കെ ഭയങ്കരമായിട്ട് ശക്തി പ്രാപിക്കാൻ തുടങ്ങിയത് ഞാൻ ഓൾറെഡി പറഞ്ഞു 1916 ഹോം റൂൾ ലീഗിൻ്റെ വരവോട് കൂടിയിട്ടാണ്. ഇനി രണ്ടാം മലബാർ കോൺഗ്രസ് സമ്മേളനം എവിടെ വെച്ചിട്ടായിരുന്നു രണ്ടാം മലബാർ കോൺഗ്രസ് സമ്മേളനം നടന്നത്? കോഴിക്കോട് വെച്ചിട്ടായിരുന്നു. ആരുടെ? CP രാമസ്വാമിയുടെ നേതൃത്വത്തിലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ കോൺഗ്രസ് സമ്മേളനം കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോൾ ആനി ബസന്റ് ഒരു പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണത്തിൻ്റെ പേര് ഏഷ്യയുടെ ജനങ്ങളുടെ ഉണർവെന്നാണ്. അപ്പോൾ ഏഷ്യയുടെ ജനങ്ങളുടെ ഉണർവെന്ന പേരിൽ പ്രഭാഷണം നടത്തിയ വ്യക്തി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനി ബസന്റ് ആണെന്ന് ഓർക്കുക. അതുപോലെ തേർഡ് കോൺഗ്രസ് സമ്മേളനത്തിന് തലശ്ശേരിയിലാണ് കോൺഗ്രസ് നേതാക്കളെ ക്ഷണിച്ചു വരുത്തിയ വ്യക്തി ആരായിരുന്നു? ചിറക്കൽ രാജാവാണ് അല്ലേ, ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. പിന്നെ നമുക്ക് ഖിലാഫത്തിൻ്റെ കാര്യം എവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു? മഞ്ചേരി സമ്മേളനത്തിൽ എന്തിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഖിലാഫത്ത്. അപ്പോൾ ഖിലാഫത്തിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ നിസ്സഹരണ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഒരു പ്രചാരണാർത്ഥം മെയിനായിട്ട് ഖിലാഫത്താണ്. അതിനുവേണ്ടി ഗാന്ധി ആദ്യമായിട്ട് കേരളത്തിൽ വരുന്ന 1920 അതിൻ്റെ കൂടെ ഖിലാഫത്ത് കമ്മിറ്റിയിലെ അധ്യക്ഷനായിട്ടുള്ള അല്ലെങ്കിൽ രൂപീകരിച്ച രണ്ടുപേരുണ്ടല്ലേ, മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി. ഷൗക്കത്ത് അലിയാണ്
ഗാന്ധിജിയുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് നമ്മുടെ കേരളത്തിലുള്ള ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ കമ്മിറ്റിയിലെ പ്രസിഡന്റും സെക്രട്ടറി ആരാണെന്ന് നോക്കണം. സെക്രട്ടറി ഓഫ് കോഴ്സ് നമുക്കറിയാം മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബായിരുന്നു. അദ്ദേഹത്തിന് നമ്മൾ കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നൊക്കെയാണ് പറയുന്നത്. ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്താണ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയായിരുന്നു അതിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു. ആ സമയത്ത് ഗാന്ധിജി വന്ന സമയത്തുള്ള കോൺഗ്രസിൻ്റെ ഖിലാഫത്തിൻ്റെയൊക്കെ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിരുന്നത്. ഇനി കെ കേളപ്പൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം 1947 എന്ത് നടത്തി, ഒരു 47 ഏപ്രിലൊക്കെ ആയപ്പോഴത്തേക്കും തൃശ്ശൂരിൽ ഐക്യ കേരള സമ്മേളനം, മഹാസമ്മേളനം നടന്നു. അതിൻ്റെ അധ്യക്ഷനായിരുന്നു കെ കേളപ്പൻ. അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പോകുക 1947 ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും. അപ്പോൾ 1947 ഏപ്രിൽ ആകുമ്പോഴെങ്കിലും ഒരു സമ്മേളനം വിളിച്ചാലേ പറ്റൂ. ഐക്യ കേരള സമ്മേളനമാണ്. അത് കേരളം രൂപീകരിക്കണമെന്നുള്ളൊരു ആശയം വെച്ചിട്ട് ഐക്യ കേരള സമ്മേളനം എന്ന് പറഞ്ഞിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്തു. ഒരു മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിക്കാറുണ്ട് പലപ്പോഴും എക്സാമിന്. ഐക്യ കേരള മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ കെ കേളപ്പനാണ്. 1947 ഏപ്രിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് തുടങ്ങിയപ്പോഴേ അദ്ദേഹം കൊച്ചി രാജാവിനെ പോയി കണ്ടു. ഈ ഐക്യ കേരള തമ്പുരാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊച്ചി രാജാവാണ്. അതായത് കേരളവർമ്മ തമ്പുരാനെയാണ് നമ്മൾ ഐക്യ കേരള തമ്പുരാൻ എന്ന് പറയുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഐക്യ കേരളം ഒന്നിച്ച് ഒറ്റ കേരളമായിട്ടൊരു സ്റ്റേറ്റ് ഫോം ചെയ്യണമെന്ന് ഏറ്റവും കൂടുതൽ വാശി പിടിച്ചതും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരു രാജാവ് ഉണ്ടെങ്കിൽ അത് കൊച്ചി രാജാവ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഐക്യ കേരള തമ്പുരാൻ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കൊച്ചി രാജാവിനെ പോയി കണ്ട് ഇദ്ദേഹം 1947 കെ കേളപ്പൻ പോയി കാണുകയും ചർച്ച നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളവർമ്മയെ സന്ദർശിച്ച് മലബാറും അതുപോലെ കൊച്ചിയും തിരുവിതാംകൂടെയൊക്കെ ചേർത്തിട്ട് ഐക്യ കേരളം സ്ഥാപിക്കണമെന്ന് പറയുക. അദ്ദേഹം ഓഫ്കോഴ്സ് അദ്ദേഹം അനുകൂലമായിട്ട് പറയുകയും ചെയ്തു. അതിന് മുന്നേ അദ്ദേഹം ഇതിനുവേണ്ടി പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. 1945 ജൂലൈ 29 അദ്ദേഹം കൊച്ചി നിയമസഭയെ വിളിച്ചു കൂട്ടുന്ന സമയത്ത് അതിലൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐക്യ കേരള പ്രസ്ഥാനത്തിന് അദ്ദേഹം പിന്തുണയും കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ 1956 എന്ത് നടക്കുന്നത്, പുനഃസംഘടനാ നിയമം നടക്കുന്നത് അല്ലേ. അതായത് ഭാഷാടിസ്ഥാനത്തിൽ നമ്മുടെ കേരളത്തിന് എന്ത് ചെയ്യുന്നു, കേരളം മാത്രമല്ല മറ്റ് സ്റ്റേറ്റുകളെല്ലാം ഹോം ചെയ്യുകയാണ് ചെയ്യുന്നത്. 1956 ഫസൽ അലി കമ്മീഷൻ്റെ നേതൃത്വത്തിൽ ഏത് ഷെഡ്യൂളിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്, നമ്മളെ ഏഴാമത്തെ ഭേദഗതി അല്ലേ. 7ാം ഭേദഗതിയിലൂടെയാണ് ഭാഷാടിസ്ഥാനത്തിൽ ഇങ്ങനെ കൊണ്ടുവരണം എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കുന്നത്. 1956 ആയപ്പോഴത്തേക്കും 50 ഓൾറെഡി ഭരണഘടന വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫസ്റ്റ് അമെൻമെൻറ്റ് വരുന്നത് എന്നാണ് 1951. പിന്നെ 56 ആയപ്പോഴത്തേക്കും എന്ത് വന്നു, 7ാമത്തെ ഭേദഗതി വന്നു. ആ 7ാമത്തെ ഭേദഗതിയിലൂടെയാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഫസൽ അലി കമ്മീഷൻ്റെ നേതൃത്വത്തിലായിരുന്നു. വേറെ ആരൊക്കെയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്, സർദാർ കെ എം പണിക്കറും അതുപോലെ എച്ച് എൻ കുൻസ്രു ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മുടെ ഭാഷാടിസ്ഥാനത്തെ ഡിവൈഡ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ കേരളത്തിലെ കുറച്ച് ഭാഗങ്ങൾ അങ്ങ് നഷ്ടപ്പെട്ടു പോയി. നമുക്കറിയായിരിക്കും, അതായത് മദ്രാസിലേക്ക് ചേർക്കപ്പെട്ട കുറേ ഏരിയാസ് ഉണ്ട്. 4 തെക്കൻ താലൂക്കുകൾ ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു, നമ്മൾ കേരളത്തിലായിരുന്നു നേരത്തെ അത്. കൽക്കുളമൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. മാർത്താണ്ഡവർമ്മയുടെ പ്രധാനപ്പെട്ട സ്പോട്ടായിരുന്നു കൽക്കുളം എന്ന് പറയുന്നത്. അപ്പോൾ കൽക്കുളം അങ്ങ് പോയി. അതുപോലെ തോവള, 4 പ്രധാന താലൂക്കുകളാണ്. കൽക്കുളം, തോവള, അഗതീശ്വരം, അതുപോലെ വിളവൻകോട് എന്ന് പറഞ്ഞിട്ടുള്ള ഇത്രയും ഏരിയാസ് അങ്ങ് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. മദ്രാശിയോട് കൂട്ടിച്ചേർത്ത് 4 തെക്കൻ താലൂക്കുകൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് 1938 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫോം ചെയ്തു. 1938 ഫോം ചെയ്തതാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. തിരുവിതാംകൂർ PSC ഫോം ചെയ്തത് ഏതാണെന്ന് ചോദിച്ചാൽ 1936. വൈദ്യുത പ്രക്ഷോഭം നടന്നത് 1936 അല്ലേ. അതുപോലെ ഈ 1937 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഫോം ചെയ്തു എന്ന് പറഞ്ഞില്ലേ. ആ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്. PSC പലപ്പോഴും ചോദിക്കുന്നതാണ്. പട്ടം താണുപിള്ളയാണ് അല്ലേ. പട്ടം താണുപിള്ളയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എന്തായാലും രൂപം കൊടുത്ത വ്യക്തികളിൽ ഏറ്റവും പ്രധാനി ആര് തന്നെയായിരിക്കും, പട്ടം താണുപിള്ള. അതുകൊണ്ടാണല്ലോ അദ്ദേഹം അധ്യക്ഷനായത്. വേറെ 2 പേരും കൂടി ഇതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഫോം ചെയ്യാൻ. ജസ്റ്റ് ആ പേരുകളൊന്ന് ഓർത്തിരിക്കുക. PS നടരാജപിള്ളയും CV കുഞ്ഞിരാമനും അതുപോലെ PS നടരാജപിള്ളയുമാണ് അതിന് നേതൃത്വം കൊടുത്ത വ്യക്തികളെന്ന് പറയുന്നത്. ഇനി നമ്മുടെ 1937 നവംബർ 1 നമ്മുടെ തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വന്നതൊക്കെ അറിയാം. അതേസമയം 1937 തന്നെ വേറെ തിരുവനന്തപുരത്ത് പിന്നെ ഒരാളുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു, നമ്മുടെ തിരുവിതാംകൂറും കൊച്ചി മലബാറും ഒക്കെ ഉൾപ്പെടുത്തി ഒരു സബ് ഫെഡറേഷൻ രൂപീകരിക്കണമെന്ന് പ്രമേയം പാസ്സാക്കിയത്. വെച്ചാൽ ആ സമയത്തെല്ലാം ഐക്യ കേരളം എന്നുള്ള ആശയം മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് എല്ലാ ആൾക്കാരും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ 37 എന്ത് ചെയ്തു, 1937 ഒരു വ്യക്തി പട്ടാഭി സീതാരാമയ്യ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ നമുക്കറിയാം അല്ലേ, ഗാന്ധിജി നോമിനേറ്റ് ചെയ്തൊരു വ്യക്തിയായിരുന്നു പട്ടാഭി സീതാരാമയ്യ. സുഭാഷ് ചന്ദ്രബോസിനെതിരെ മത്സരിക്കാൻ വേണ്ടിയിട്ട് അവസാനം ഇലക്ഷൻ നടന്നു. ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ANC ആരായി, സുഭാഷ് ചന്ദ്രബോസായി. ഗാന്ധിജി നോമിനേറ്റ് ചെയ്ത ആൾ പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ പട്ടാഭി സീതാരാമയ്യ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചത്. ഇങ്ങനെ ഉൾപ്പെടുത്തി ഒരു മലബാർ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടൊരു കേരളം രൂപീകരിക്കണമെന്നുള്ള ഒരു ആശയം 1937 തിരുവനന്തപുരത്ത് വെച്ചിട്ട് അദ്ദേഹം ഒരു പ്രമേയം അവതരിപ്പിച്ചു. സബ് ഫെഡറേഷൻ വേണം എന്നുള്ള ഒരു പ്രമേയം അവതരിപ്പിച്ചത് പട്ടാഭി സീതാരാമയ്യാണ്. അപ്പോൾ
1946 ആയപ്പോഴത്തേക്കും ആരുടെ അധ്യക്ഷതയിലാണ് KPCCയുടെ ഒരു ഉപസമിതിക്ക് രൂപം നൽകിയെന്ന് ചോദിക്കാം. അപ്പോൾ KPCCയുടെ ഒരു ഉപസമിതി ഉണ്ടായി. ആ ഉപസമിതിക്ക് നേതൃത്വം നൽകിയത് KP കേശവ മേനോനാണ്, ചെറുതുരുത്തിയിലാണ്. അതിനുശേഷമാണ് പിന്നെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ 1947 ഏപ്രിലൊക്കെ ആയപ്പോഴത്തേക്കും തൃശ്ശൂരിൽ വെച്ചിട്ട് ഐക്യകേരള സമ്മേളനം നടക്കുന്നത്. അപ്പോൾ ആ സമ്മേളനം നടക്കാൻ ഇൻവോൾവ് ആയത് എന്താണ്, അല്ലെങ്കിൽ അതിന് പ്രചോദനമായത് അല്ലെങ്കിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 1946 KPCC എന്ന് പറഞ്ഞിട്ടുള്ളത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത് എവിടെയായിരുന്നു അത് പ്രധാനമായിട്ടും ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് പറയാം. KPCC എന്ന് പറഞ്ഞിട്ടുള്ളത് അത് വന്ന് KPCCയുടെ ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോടാണ്. എല്ലാം കോഴിക്കോട് തന്നെയാണ്. മലബാർ കോൺഗ്രസും അതുപോലെ KPCC എല്ലാം കോഴിക്കോട് തന്നെയാണ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കോഴിക്കോട് നിന്ന് പിന്നെ എന്താണ് ചെറുതുരുത്തിയിലേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, KP കേശവ മേനോൻ ഈ KPCCയെ കൊണ്ടുവരാനായിട്ട് നോക്കി, ഒരു കമ്മിറ്റി പോലെ. അപ്പം 1946 അങ്ങനെ കൊണ്ടുവന്നത്. അതിനുശേഷം 47 കേളപ്പൻ്റെ ഐക്യകേരള പ്രസ്ഥാനമൊക്കെ നടന്നു. ഐക്യകേരളത്തെ അനുകൂലിച്ച് പ്രസംഗിച്ചത് കൊച്ചി രാജാവാണ്. അതുപോലെ ഐക്യകേരളം എത്രയും വേഗം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രമേയമൊക്കെ അവതരിപ്പിച്ചതൊക്കെ ഈ മൊയ്തു മൗലവിയൊക്കെ അതിൽ ഈ ഒരു ഐക്യകേരള സമ്മേളനത്തിൽ എന്താണ് അദ്ദേഹമൊക്കെ ഈ മൊയ്തു മൗലവിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് പ്രമേയം വേണമെന്നൊക്കെ. അപ്പം ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കായി എത്ര അംഗസമിതിയാണ് തിരഞ്ഞെടുത്തതെന്ന് വെച്ചാൽ 100 അംഗ സമിതിയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇത്രയൊക്കെയാണ് നമ്മളെ മലബാർ കോൺഗ്രസ് സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്.